നമസ്കാരം. സംയമം എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ മനസ്സിനെ ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോധത്തിൽ നിന്ന് പ്രവർത്തിക്കുക. കോൺഷ്യസ്നെസ്, നമ്മുടെ മനസ്സ് നിൽക്കുന്ന ഒരു ഇൻ്റർഫേസ് ഉണ്ട്, അതാണ് ബോധം, കോൺഷ്യസ്നെസ്, ബ്രഹ്മം. അതിലാണ് മനസ്സ് നിലനിൽക്കുന്നത്. മനസ്സിലുള്ള ചിത്തവൃത്തികളില്ലാതായാൽ മനസ്സ് ബോധം തന്നെയായി മാറും. അതാണ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരം. ഇത് ബഹിരംഗ സാധനയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അന്തരംഗ, ആത്മരംഗ സാധനയിലെത്തും. അതിൽ ധാരണ, ധ്യാന, സമാധി, ഇത് മൂന്നും ഒരുമിച്ച് ഒരു യോഗിക്ക് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് സംയമം എന്ന് പറയുന്നത്. യോഗസൂത്രത്തിലെ 3-ാമത്തെ അധ്യായം വിഭൂതിപാദം, ഇങ്ങനെ യോഗാസനകൾ ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്ന സിദ്ധികളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അതിൽ 4-ാമത്തെ സൂത്രം സംയമ എന്താണെന്ന് നമ്മൾക്ക് നിർവചിച്ചു തരുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: ത്രയമേകത്ര സംയമഃ. അതായത് ധാരണ, ധ്യാന, സമാധി, ഇത് ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് സംയമം ചെയ്യുക എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള വിവിധ ഖഗോളങ്ങളെക്കുറിച്ചോ മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചോ സംയമം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് സംയമം ചെയ്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ ആത്യന്തിക തലം എന്താണെന്ന് ഒരു യോഗിയുടെ മനസ്സിൽ തെളിഞ്ഞു വരും എന്നാണ് പറയുന്നത്. ത്രയമേകത്ര സംയമഃ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, പശുവിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര കഴിഞ്ഞ് ധാരണയിലെത്തിയ ഒരു യോഗിയുടെ മനസ്സിൽ പശു തന്നെ തെളിഞ്ഞു വരാൻ തുടങ്ങും. മറ്റുള്ള ചിന്തകൾ, അതിൻ്റെ ഇടയ്ക്ക് ആടോ ചെന്നായോ ഒന്നും വരില്ല, പശുവിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം വരും. അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ ധാരണ കഴിഞ്ഞ് ധ്യാനമായി കഴിഞ്ഞാൽ മുഴുവൻ പശു മാത്രമേ ഉണ്ടാവും, മനസ്സിൽ മറ്റൊന്നും ഉണ്ടാവില്ല, ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവും. അതും കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പശു എന്ന നാമമോ രൂപമോ ഇല്ലാത്ത ഒരു ചിന്ത മാത്രം വരും. ധ്യാനത്തിലെത്തുമ്പോൾ അങ്ങനെയാണ്, പശുവിൻ്റെ നാമമോ രൂപമോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലെത്തിയിട്ട് സമാധി അവസ്ഥയിലെത്തുമ്പോഴേക്ക് അവിടെ പശുവില്ല, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വസ്തു, അതിനെയാണ് ധ്യേയം എന്ന് പറയുക. ധ്യേയമില്ല, ധ്യാനമില്ല, പ്രോസസ് ഓഫ് മെഡിറ്റേഷൻ ഇല്ല, ധ്യാനം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ധ്യാതാവുമില്ല. ഇത് മൂന്നും അപ്രത്യക്ഷമായി ആ പശുവിൻ്റെ ബോധം മാത്രം, അതിൻ്റെ കണ്ടന്റ് എന്താണ്, അത് നിലനിൽക്കുന്ന എന്താണ്, ഈ പ്രപഞ്ചത്തിൽ പശു എന്ന് പറഞ്ഞ ആ ഒരു ബോധം എന്താണ്, അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ സംയമം ചെയ്യുക എന്ന് പറയുക. അതൊരു യോഗിക്ക് സാധ്യമാണ്. ഏതൊരു വസ്തുവിനെക്കുറിച്ച് സംയമം ചെയ്തു കഴിഞ്ഞാൽ അതിലെ ആത്യന്തിക തലം എന്താണ്, അതിലേത് ബോധമാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കും. അതിനെയാണ് സംയമം എന്ന് പറയും. ത്രയമേകത്ര സംയമഃ. ഇത് സൂത്രമാണ്. സൂത്രം ഒരിക്കലും തെറ്റില്ല. സൂത്രം വ്യാഖ്യാനിക്കാൻ പഠിക്കുക എന്ന് മാത്രമേ, അതിൽ നമുക്ക് റിസർച്ച് പോലും സാധ്യമാണ്. അതിന് വ്യാഖ്യാനത്തിന് നമ്മൾ എക്സ്പേർട്ടായിട്ടുള്ളവരുടെ ഒരു ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് അത് കണക്റ്റഡ് ആണ്. അതിനില്ലാതെ, അതിൽ പറയുന്ന കാര്യങ്ങളില്ലാതെ എക്സിസ്റ്റൻസ് ഇല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിന്തിക്കുക. താങ്ക് യു.